ഇപ്പം നമ്മളിതാ മീൻ പിടിക്കാൻ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുവാണ്. ശ്രീ അവിടെ പോയി വള്ളമൊക്കെ എല്ലാം റെഡിയാക്കണുണ്ട്. പാർക്കുട്ടി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുവാണ്. എന്തൊക്കെ മീൻ കിട്ടിയെന്നല്ല, കോലാനെ പിടിക്കാനാണ് നമ്മൾ പോകണം. കോല മാത്രമേ കിട്ടത്തുള്ളൂ. കിച്ചുക്കുട്ടനും ഉണ്ട്, പാർക്കുട്ടി വരണുണ്ട്. അപ്പം എത്ര കോലാനെ കിട്ടിയെന്നൊക്കെ വന്നിട്ട് കാണിക്കാം കേട്ടോ. ഇപ്പം സമയം 10 മണിയായിട്ടുണ്ടാടാ. 10 മണിയായിട്ടുണ്ട്, 10 മണി കഴിഞ്ഞിട്ടുണ്ട്. 12-1 മണിയൊക്കെ ആകുമ്പോൾ ഞങ്ങൾ തിരിച്ചു വരുന്നതായിരിക്കും. എന്തൊക്കെ അല്ല സോറി, പിന്നെ എന്തൊക്കെ കിട്ടി, എത്ര എണ്ണം കിട്ടി എന്നുള്ളത് കാണിച്ചു തരാം. പാർക്കുട്ടി ഒരു ഹായ് പറയൂ. അപ്പോൾ നമുക്ക് പോയിട്ട് വന്നിട്ട് കാണാം. അയ്യോ, ശ്രീയും പാർക്കുട്ടിയും കൂടിയാണ് മീൻ പിടിക്കണതേ. കിച്ചു ഞാനും. കിച്ചു ഒന്ന് വെട്ടം തിളപ്പിച്ചാടാ കിച്ചു. കിച്ചുല്ലേ വള്ളം തുഴയാണ്. ഞാൻ മീനെ പിടിച്ചിടാൻ വേണ്ടിയിട്ടിരിക്കണേ. അങ്ങനെ ഇതുണ്ടോ, ഇപ്പോൾ 2 പേരും കൂടി മീനെ പിടിക്കും. ഇതുവരെ നമ്മളൊന്ന് കണ്ടു കിട്ടിയിട്ടില്ല. ഇറക്കാൻ തോന്നണല്ലേ ശ്രീ? അപ്പം നമുക്ക് ആദ്യത്തെ മീനെ കിട്ടിയിട്ടുണ്ട്. ശ്രീയുടെ വലയിലാണ് കിട്ടിയേക്കണത്. ഓക്കെ, കഴിഞ്ഞ്. ഈ ടോർച്ച് ഇതിനകത്തോട്ട് നടിച്ച പാർക്കുട്ടി. പാർക്കുട്ടി അടുത്തേന് പിടിക്കുന്നത്. കിട്ടിയാ? ഇല്ല ഇല്ല. ഇവിടെ ആദ്യത്തെ മീൻ കിട്ടിയിട്ടുണ്ട്. അടുത്ത കോല. രണ്ടാമത്തെ കോല നമുക്ക് കിട്ടിയിട്ടുണ്ട്. സാധാരണ ഒത്തിരി ഇങ്ങനെ കിടന്ന് ഓടി നടക്കുന്നതാണ്. ഇന്നിപ്പോൾ ആരെയും കാണാനില്ല. നല്ല കൊതുകുണ്ട്. കിച്ചു കാണാവാ. നമുക്ക് ഇത്ര മീനെ കിട്ടിയിട്ടുണ്ട്. വെട്ടം തിളപ്പിക്കാവാ. അയ്യോ, 2 വിലയിൽ കുടുക്കി. ശ്രീയുടെ ഇങ്ങനെ തന്നെ ഇട്ടില്ല. ശ്രീ ഇട്ടിട്ട് കിച്ചു, നീ ഫ്രണ്ട് കണ്ടോ? കിട്ടി ശ്രീ. അപ്പോൾ ഉള്ളത് പോവും. ആ, വലയൊക്കെ അടിച്ചു കിടക്കണ പോലാണ്. ഉണ്ട് ലൈവായിട്ട്. താഴെ പോയി. അല്ല, ഇവിടെ ഉണ്ട്. പെട്ടെന്ന് ലഭിച്ച മാറും. ഓ, ചാടിപ്പോയി. ഇല്ല, നീ വേണേ പയ്യ വലിയ വലയൊക്കെ എടുത്തോ. വേണ്ടടാ, അവന് പാടാ പറ. എത്ര മണിയായിട്ടുണ്ടാവും അല്ലേ?
അയ്യോ പോയാ പാറുവിന് കിട്ടിയാ പണ്ട് നമ്മളെ തേടി പാറു ഇവിടെ ഉണ്ടടി അവിടെ ഉണ്ടായിരുന്നു അവിടെ എങ്ങോട്ടൊക്കെ ഉണ്ടായിരുന്നു കുഞ്ഞു ഫ്രണ്ട് കാണാമോ നിനക്ക് ഇനി നമ്മുടെ വീട്ടിലോട്ട് നടുക്കോട്ട് രാവിലെ നിറയെ പരുന്തായിരുന്നു ഇവിടെ ആൾക്കാരല്ലേ പാറു നമ്മളങ്ങോട്ട് അടുപ്പിക്കടാ ആ ഇവള് കാണണില്ലേ ഇല്ല വട്ടത്തിലാണ് കോൺസെൻട്രേറ്റ് വെട്ടം തിളപ്പിച്ചേ പാറുവേ എൻ്റെ വെട്ടത്തിന് വെട്ടമില്ല കിച്ചു എന്നാടാ ആ കാട്ടി കയറരുത് കൊതുക് ഒരു രക്ഷയില്ലാത്തത് ഇല്ല വലിയ മീനൊന്നും കാണാനില്ലല്ലേ ശ്രീ ആ അന്നൊക്കെ നല്ല ഒഴുക്കുണ്ടാവും വലിയ മീൻ അന്ന് നമ്മൾ പോയപ്പോൾ താഴം വഴിയൊക്കെ വലിയ കോലാനായിരുന്നു അതെ അവിടെ ഉണ്ടായിരുന്നു ആ താഴം വഴി ഉണ്ടെന്ന് നമ്മുടെ വീട്ടിലോട്ട് അതാണ് നമ്മുടെ ബോട്ടിട്ടി. അങ്ങനെ ഇന്നത്തെ മീൻപിടുത്തമൊക്കെ അവസാനിപ്പിച്ച് നമ്മൾ തിരിച്ചെത്തിക്കൊണ്ടിരിക്കുകയാണ്. പോളിങ് അടിപൊളി ഉണ്ട്, മീനുണ്ട്. ആ പെട്ടെന്ന് മരിച്ചു ഓവര്. ബോട്ടിയെട്ടിയും പൊളിച്ചപ്പുറത്ത് പോകിച്ചുവേ. നമ്മുടെ ഇവിടെ കാണും കേട്ടോ കുറച്ച് വലിയ കോലാൻ, എല്ലാ ദിവസവും ഉണ്ടാവും.
നാളെ ഇവിടെ ഉടക്കുവല എടുത്ത് മാറ്റണം കേട്ടോ ശ്രീ. അതെങ്ങനെയാ ശ്രീ താന്ന് പോയത്? മീനിൻ്റെ വെയിറ്റ് കൊണ്ടിട്ടാണോ? ഏതെങ്ങനെ കിച്ചു? ദേ വലിയ കൊല പാറു. കിച്ചുവിന് വലയെടുക്കാനുള്ള ഗ്യാപ്പ് കിട്ടിയില്ല. അങ്ങനെ നമ്മുടെ ബോട്ട് കെട്ടി എത്തിയിരിക്കുകയാണ്. അയ്യോ ഇറങ്ങട്ടെ, അല്ലെങ്കിൽ ഫോൺ താഴെ. 11:45 നമുക്ക് കിട്ടിയ മീനുകളാണ്. നമ്മളിവിടെ വന്നപ്പോഴേക്കും പവർ കട്ടാണ്, കറണ്ട് പോയേക്കുവാണ്. കണ്ടില്ല, കണ്ടോ നല്ല ജീവനുള്ള വിടക്കുന്ന പോലെ കിടക്കുന്നതിൻ്റെ പാലാണ് ഫ്രിഡ്ജ് വെച്ച്. ഇവരെല്ലാം ഫ്രിഡ്ജ് വെച്ചിട്ട് നമുക്ക് കിടന്ന് ഉറങ്ങാം. വേണ്ട, കണ്ടോ കറണ്ട് പോയ കാരണം എല്ലാവരും ഇങ്ങനെ കുത്തിയിരിക്കുകയാണ്. ഭയങ്കര കൊതുകുണ്ട് അല്ലേ, പുഴയുടെ നടുക്കും കൊതുക. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഞങ്ങൾ ഉറങ്ങട്ടെ. ഞങ്ങളിനി കുളിയെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉറങ്ങും. ഗുഡ് നൈറ്റ് ചമണി.